ടോക്ക് ലിസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഷെഡ്യൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പോകാൻ പോകുന്നത് പഹൽഗാമിലോട്ടാണ് കേട്ടോ. ബാക്കി 3 പേര് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ റെഡി ആയിട്ട് ഇവിടുത്തെ സൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ദാൽ ലേക്ക് കേട്ടോ. ഇവിടെ കുറേയേറെ ഷിക്കാരയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലാൻ പ്രകാരം നാളെയാണ് ഷിക്കാര റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നാളെ എന്തായാലും ഈ കാണുന്ന തുഴഞ്ഞു പോകുന്ന തോണിയുണ്ടോ, അതാണ് ഷിക്കാര എന്ന് പറയുന്നത്. അതിൽ എന്തായാലും നമ്മൾ നാളെ കയറിയിരിക്കും. അങ്ങനെ 8:30 കറക്റ്റായിട്ട് നമ്മുടെ കാർ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇവിടുന്ന് ശ്രീനഗറിൽ നിന്നും പഹൽഗാമിൻ്റെ മണ്ണിലോട്ട് യാത്ര തിരിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 92 കിലോമീറ്റർ ഉണ്ടെന്നാണ് നമ്മുടെ ഡ്രൈവറായിട്ടുള്ള ബയ്യ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 3 മണിക്കൂർ ആവുമായിരിക്കും അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. 2 ദിവസം മുമ്പ് നടന്ന യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം ശ്രീനഗറിൻ്റെ പലയിടങ്ങളിലും ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഹൈവേയിലോട്ട് കയറിയത്. പോകുന്ന വഴിക്കുള്ള ഒന്നാമത്തെ സ്പോട്ടാണ് ഈ കാണുന്ന സാഫ്രോൺ ഫീൽഡ് കേട്ടോ. ഇവിടെ നിന്നാണ് ഇന്ത്യ പല രാജ്യങ്ങൾക്കും സാഫ്രോണ് എക്സ്പോർട്ട് ചെയ്യാറുള്ളത്. ഇപ്പോൾ സീസൺ അല്ലാത്ത കാരണം നമുക്കത് കാണാൻ സാധിക്കില്ല. അത് കാരണം രണ്ടാമത്തെ സ്പോട്ടിലോട്ട് നമ്മൾ പോവുകയാണ്. ശ്രീനഗറിൽ നിന്ന് പഹൽഗാമിലോട്ട് പോകുന്ന ഇടയ്ക്ക് നമ്മൾ സാഫ്രോണിൻ്റെ ഈ കാവ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഒറിജിനൽ സാഫ്രോൺ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഒറിജിനൽ സാഫ്രോൺ. बादाम की ग्रीस, कैनबेरी, अखरोट की ग्रीस. ये किसका है? इसको कहते हैं एप्रिकॉट. इसके अंदर जो ये बादाम होता है, इसके अंदर तेल होता है. आपके इधर होता है ना, आप इसको छिलका उठाते हो फिर खाते हो, है ना. एक बिना तेल के होता है छिलका. ये देखिए ऑयल वाला होता है. आपके उधर होता है मोटा, इसको छिलकर इसको पानी में नहीं भिगोना है, ऐसे ही खाना है. അങ്ങനെ ബയ്യൻ്റെ റെക്കമെൻഡേഷനിൽ നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് കാവ ടെസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവർ പറയുന്ന കാവ എന്ന് പറയുന്നത്. കാശ്മീരിൻ്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ കാവ എന്ന് പറയുന്നത്. അങ്ങനെ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയോ ബദാമും കുറേയേറെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അത് കുടിച്ചിട്ട് എന്തായാലും ബാക്കി കാര്യങ്ങളിലോട്ട് കടക്കാം. ഗൈസ് ഇവിടെ ഇല്ല, നമ്മൾ ആ സ്ഥലം കഴിഞ്ഞില്ല, ഇങ്ങോട്ട് കയറിയത് ഈ മറ്റേ സാഫ്രോണിൻ്റെ ഫീൽഡ് കണ്ടല്ലോ. അതൊന്ന് കഴിഞ്ഞ ശേഷം ഇവിടെ ഫുള്ള് മറ്റേ സാഫ്രോണിൻ്റെ കടകളാണ്, നിരത്തി സാഫ്രോണിൻ്റെ കടകളാണ്. അപ്പോൾ നമ്മൾ ഒരു കടയിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ ബയ്യാൻ്റെ കെയർ ഓഫിൽ കയറിയതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കാവ്യൊക്കെ കുടിച്ചത്, ടെസ്റ്റ് ചെയ്തതൊക്കെ. ഇവിടെ ഫുള്ള് നിരത്തി സാഫ്രോണിൻ്റെ കടകളാണ് കേട്ടോ. നിരത്തി കുറേ ഉണ്ട്, ഇഷ്ടമാണ് സാഫ്രോൺ കട. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സ്പോട്ടിലിട്ട് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ബാറ്റുകളൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറികളാണ് കേട്ടോ. ഈ അടുക്കി വെച്ചിരിക്കുന്ന തടി കഷ്ണങ്ങളൊക്കെ കണ്ടോ, അതൊക്കെയാണ് ബാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ ടീമിൽ പിന്നെ ആരും ക്രിക്കറ്റ് കളിക്കാരല്ലാത്തത് കാരണമുണ്ട് നമ്മൾ ഇവിടെ നിന്നിട്ടൊന്നും സമയം കളഞ്ഞില്ല, നേരെ മൂന്നാമത്തെ സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറെ ഒന്നുമല്ല, ആപ്പിൾ തോട്ടമാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ആപ്പിളൊക്കെ വരുന്നത്. സോ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആകെ ഈ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ആപ്പിളാണ് കേട്ടോ ഇവിടെ തൂക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് ആപ്പിൾ ജ്യൂസ് ഒക്കെ വേണമെങ്കിൽ കുടിക്കാം. ഞങ്ങളതൊന്നും ട്രൈ ചെയ്തില്ല. അങ്ങനെ പഹൽഗാമിൻ്റെ മണ്ണിലോട്ട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിൽ കൂടെ ഒഴുകുന്ന ആ റിവർ കണ്ടോ, അതാണ് ലിഡർ റിവർ എന്ന് പറയുന്നത്. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോഴ്സ് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് പോകുന്നത്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ കുതിര എടുത്തിരിക്കുകയാണ്. അപ്പോൾ പഹൽഗാമിൽ വന്നിട്ട് നമ്മൾ ഒരു 6 കുതിരനെ ഹയർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിനി മേലോട്ട് അങ്ങോട്ട് അവിടുത്തെ വ്യൂ പോയിൻ്റൊക്കെ കാണാൻ വേണ്ടി പോവാണ്. 4 വ്യൂ പോയിൻ്റാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ബാക്കിൽ നമ്മുടെ കുശാൽ മണ്ടലൊക്കെ റെഡി ആയിട്ട് കുതിരൻ്റെ പുറത്ത്. പിന്നെ വേറൊരു കാര്യം, ചാടി സിനിമയിൽ കാണുന്ന പോലെ ഒന്നല്ല, ഇരുന്ന് മനുഷ്യൻ്റെ ഊപ്പാട ഇപ്പോൾ തന്നെ. ഈ എന്ത് ചാട്ടോ ഇത്! ഇത് വഴി തെറ്റിയൊക്കെ പോകുന്നു, കൂട്ടത്തിനൊപ്പം പോവാണ്ട് വഴി തെറ്റിയിട്ട് എങ്ങനെയൊക്കെ പോകുന്നില്ല. ഇതാണ് നമ്മുടെ കുതിര, നമ്മുടെ കുതിരാട്ടാ. നമ്മുടെ ടീമിൽ പറഞ്ഞാൽ കേൾക്കാത്ത 2 കുതിരകളുണ്ടേ. ഒന്ന് ജയന്ത് ഭാസ്കർ ഇരിക്കുന്നതും രണ്ടാമത്തത് കുശാൽ മണ്ഡൽ ഇരിക്കുന്നതും. അങ്ങനെ കാടും മലയൊക്കെ താണ്ടിയിട്ട് അവസാനത്തെ സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ ജയന്തിൻ്റെ പറഞ്ഞാക്കത്ത കുതിര ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പോസിറ്റും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കും. അവിടെ നിന്നാണ് നമ്മൾ ഈ പറയുന്ന വഴിയിലൂടെ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 360 ഡിഗ്രി നോക്കുകയാണെങ്കിൽ കുറേയേറെ കുതിരകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. സോറി, കാറല്ലല്ലോ അല്ലേ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ഇവിടെയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ നോക്കുകയാണെങ്കിൽ കുറേ മഞ്ഞുമലകളും
മഞ്ഞൊക്കെ ഇവിടുന്ന് പക്ഷേ ഉരുകി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഗ്രാസ് ഒക്കെ മെല്ലെ ജെർമിനേറ്റ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡ് നോക്കുകയാണെങ്കിൽ കുറേയേറെ ട്രീസ് ഒക്കെ കാണാൻ പറ്റും. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലം. ഇനി അടുത്തത് ഫോട്ടോ സെക്ഷനിലോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ കുശാൽ മണ്ഡലിലെ കുതിര ജയന്ത് ഭാസ്കറിന് കൊടുത്തു. അതാണെങ്കിൽ അതും പറഞ്ഞാൽ കേൾക്കുന്നില്ല. ജയന്തിന്റെ പറഞ്ഞാൽ കേൾക്കാത്ത കുതിരയിൽ ജയന്ത് പോയിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞാൽ കേൾക്കുന്ന ലസ്സി എന്ന് പറയുന്ന കുതിരയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഹോഴ്സ് റൈഡിന്റെ അവസാന ഘട്ടങ്ങളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം. ആദ്യത്തെ ഹോഴ്സ് റൈഡ് തന്നെ കാശ്മീരിലാണ്, അല്ല പിന്നെ. അങ്ങനെ നമ്മൾ കുതിര പുറത്തുനിന്ന് ഇറങ്ങി നമ്മൾ അതിൻ്റെ ഇതൊക്കെ സെറ്റിൽ ചെയ്ത് ഇനി അടുത്തത് നമ്മൾ അടുത്ത് കാണുന്ന ഒരു ലീഡർ റിവറാണ് കേട്ടോ. അതിൻ്റെ ബാക്കിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് കാണാൻ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ലീഡർ റിവറില്ലേ, ഇത് ചിലപ്പോൾ തുടങ്ങുന്നത് ആ മലയുടെ അടിയിൽ നിന്നായിരിക്കാം. ഇവിടെ ഒരു റിവർ റാഫ്റ്റിംഗ് കൂടി ഉണ്ടെങ്കിൽ കാര്യം അടിപൊളിയായി തന്നെ അല്ലേ. പക്ഷെ ഇവിടുത്തെ കല്ലുകളൊക്കെ അടിപൊളിയാണ്. അടിപൊളി തണുപ്പ്, നല്ല തണുപ്പുണ്ട്. എന്തായാലും കൈ കഴുകാതെ. അവിടെ നിന്ന് അങ്ങനെ നമ്മൾ യാത്ര തിരിച്ചു. ഇവിടുത്തെ അവസാനത്തെ സ്പോട്ടിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. അത് വേറെ എവിടെയല്ല, ലവ് പഹൽഗാം വ്യൂ പോയിന്റിലോട്ടാണ്. ഇവിടെ വന്നപ്പോൾ കുറേയേറെ പേര് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ എവിടെയല്ല, ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ടിലാണ്. നമ്മളും അങ്ങനെ അവരോടൊപ്പം കുറേ നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ അവസാനം നമുക്കൊരു ചാൻസ് കിട്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന റിവറില്ലേ, ഇതാണ് നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ടിട്ടുള്ള ലിഡർ റിവർ എന്ന് പറയുന്നത്. ഇവിടെയും ഇത് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൂടെ. സൂര്യൻ അങ്ങനെ പഹൽഗാമിന്റെ മണ്ണിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളാണെങ്കിൽ ശ്രീനഗറിലോട്ടും. അങ്ങനെ അസ്തമിക്കുന്ന സൂര്യനെ സാക്ഷ്യം വഹിച്ച് കാശ്മീരിന്റെ 3ാമത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.